സുമതി വളവ് എന്ന ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തിനും എതിരെ നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ പരാതി സംബന്ധിച്ച് സിനിമാ സംഘടനകൾക്ക് ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ പരാതിയോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഫിലിം ചേംബർ പ്രസിഡന്റ് അനിൽ തോമസ് പറയുന്നത്. പരാതി ലഭിച്ചാൽ ഇടപെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, കഴിഞ്ഞ ദിവസം ഈ നിർമ്മാതാവിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ദുഃഖങ്ങൾ പറച്ചിൽ അത് ഏറെ വിവാദമാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നാണ് ഫിലിം ചേംബർ പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സുമതി വളവിന്റെ അണിയറ പ്രവർത്തകർ, അതായത് ഈ മുരളി കുന്നുംപുറത്ത് ആരോപണം ഉന്നയിച്ച സുമതി വളവിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരിനി എന്ത് മറുപടിയാണ് ഈ വിഷയത്തിൽ തരുന്നത് എന്നുകൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും കൂടുതൽ ഇനി പരാതികളോ അല്ലെങ്കിൽ ഫിലിം ചേംബർ അടക്കമോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലോ ഒക്കെ പരാതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുമുള്ളത്. എന്തായാലും ഇന്ന് അവരുടെ അണിയറ പ്രവർത്തകരുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സുമതി വളവ് എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് തനിക്ക് ഈ സിനിമ ചെയ്തതോടുകൂടി, സിനിമയുടെ നിർമ്മാതാവായതോടുകൂടി കോടികളുടെ നഷ്ടമുണ്ടായെന്നും അത് സിനിമ വലിയ ഹിറ്റ് ആയിരുന്നില്ല, അത് കള്ളം പറയുകയായിരുന്നു, തന്റെ സാമ്പത്തികമായി വലിയ തകർന്ന അവസ്ഥയിലാണ് ഇതിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും തന്നെ ചതിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു വീഡിയോ അദ്ദേഹം ചെയ്തിരുന്നു. താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, ജീവിച്ച് കൊതി തീർന്നില്ല എന്നൊക്കെ ആ വീഡിയോയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ മുരളി കുന്നുംപുറത്തിന് പിന്തുണയുമായി ഇന്ന് രാവിലെ തന്നെ നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തു വന്നിരുന്നു. ഈ സിനിമയുടെ കഥ കേട്ട സമയത്ത് തന്നെ താൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആവില്ല, കുറച്ചുകൂടി ആലോചിച്ച് മാത്രമേ ഈ സിനിമ ചെയ്യാവൂ എന്നൊരു നിർദ്ദേശം താൻ നൽകിയതായിരുന്നു. മുരളി സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നതിലേറെ വിഷമമുണ്ടെന്ന തരത്തിലുള്ളൊരു പോസ്റ്റാണ് വേണു കുന്നപ്പള്ളിയും ഒക്കെ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇനി പരാതി ഈ മുരളി കുന്നുംപുറം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലോ ഫിലിം ചേംബറിലോ പരാതി നൽകുമോ എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്. അതിനിടയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയും ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ടെന്നും അറിയുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളാണ് നവമി ദിനേശ് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.